ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വർഷ എല്ലാവരോടായിട്ടും അറിയുന്നുണ്ട്, ഇനി സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാം പുറത്തു വരണം. അതിനുശേഷം തന്നെ അപ്പുറത്ത് താമസിക്കുന്ന രാജ്കുമാർ എന്ന പേരിൽ മറ്റൊരാളാണ് വന്നുകൂടിയിരിക്കുന്നത്. അത് തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നില്ലേ ചന്ദ്രദാസ്, അയാളാണെന്ന് പറയുന്നു. അയാളൊരു ചതിയനാണ്. നാളെ അയാൾ എന്നെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനാണ് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ആ ഡോക്ടറായി വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ വളർത്തച്ഛനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണോ നീ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുള്ളത്? ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വസുന്ധര ആൻറ്റിയെ അറിയിക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ എന്ന് ശിവ പറയുന്നുണ്ട് കേട്ടോ. അത് വേണോ ശിവയെന്ന് ചോദിക്കുമ്പോഴത്തേനും തീർച്ചയായും, എന്നാലാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ രാജ്കുമാറിൻ്റെ അടുത്തേക്ക് നമ്മുടെ വസുന്ധര പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായി, മഴക്കി കിടത്തിയോ? ഓ, മയക്കൊക്കെ കിടത്തി, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാമെന്ന് പറയുന്നു. എന്നാൽ ഞാൻ ഫോൺ ചെയ്തിട്ട് ആംബുലൻസിനോടും ഡോക്ടറോടും വരാനായിട്ട് പറയട്ടെ. ഓ, അതിനെന്താ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ രാഘവനെ വിളിച്ചിട്ട് പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം തന്നെ ചന്ദ്രദാസ് പറയുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം ആയതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ട് പോകണമെന്ന് വിചാരിച്ചത്. ഒരിക്കലും എനിക്ക് അവൾക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും സഹിക്കില്ല, അതാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് താനൊരു വഞ്ചകനാണ്, അതും തന്നെയാണ് എനിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വർഷം ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്രദാസ് ആകെ ഞെട്ടുന്നുണ്ട്. ഇവർക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇനി തനിക്ക് അവളെ കൊണ്ടുപോകണ ചന്ദ്രദാസ് എന്ന് പറഞ്ഞിട്ട് മുഖത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇവരെല്ലാം അറിഞ്ഞു, എൻ്റെ കുട്ടിയാണ് വർഷ, അവളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാൻ താൻ വിചാരിക്കേണ്ട, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. തൻ്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി, എൻ്റെ കുട്ടികൾ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടേക്ക് അഭി വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രദാസിൻ്റെ തലയ്ക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഴുന്നു, ബോധമില്ലാതെ ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശിവ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട്. എല്ലാവരും പിടിച്ചടിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ വർഷയും പറയുന്നുണ്ട്, ഇനി മേലാൽ എന്നെ പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്കൊരു ശിക്ഷ ഇനി ഞാനായിരിക്കും വിധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വസുന്ധര പറയുന്നുണ്ട്, ഇവനെ ഇപ്പോൾ തന്നെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കണം, മാത്രമല്ല എല്ലാ കേസും ഇവൻ്റെ തലയിൽ, ഒരിക്കലും ജാമ്യം കിട്ടാത്ത രീതിയിൽ ഇവനെ അകത്താക്കാം. അപ്പോൾ അബു പറയുന്നുണ്ട്, ആ നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ആൻറ്റി എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ അഞ്ജു, ഇവനെ മയക്കി കടത്തണം, ആ ഇഞ്ചക്ഷൻ അങ്ങ് കൊണ്ടുപോവാ, നീ ഇവൻ ഇഞ്ചക്ഷൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളുടെ ബോധം പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇവനെ പാക്ക് ചെയ്തിട്ട് ആംബുലൻസിൽ തന്നെ കൊടുത്തു വിടണം അയാൾക്ക് വേണ്ടി. അതിനുശേഷം തന്നെ അയാളെയാണ് ഇനി എനിക്ക് കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് വസുന്ധര താഴത്തോട്ട് ഇറങ്ങി വരുന്നു, ആ വ്യാജ ഡോക്ടറിനെ. സംഭവം ശരിയാണെങ്കിൽ അതിൻ്റെ രണ്ടാനച്ഛനായിരിക്കും എന്ന് വർഷയും പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ മോളെ നീ ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടോ വിഷമോ ഒന്നും വരില്ലായിരുന്നല്ലോ, നിന്നെ ഞാൻ സംരക്ഷിക്കുമായിരുന്നല്ലോ. നിങ്ങളെ ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് കരുതിയത്, നിങ്ങൾ തിരിച്ച് എൻ്റെ അമ്മയെ പോലെ കരുതുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്കത് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അല്ല ആൻറ്റി, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞിട്ട് വർഷ വിഷമത്തോടുകൂടി കരയുന്നു കേട്ടോ. ആ സമയത്ത്, അല്ല ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ, നിങ്ങൾക്കൊന്നും ഒരു അബദ്ധം വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് രാഘവൻ അങ്ങോട്ട് വരുന്നുണ്ട് ഡോക്ടറിൻ്റെ വേഷത്തിൽ. അങ്ങനെ ആംബുലൻസിൻ്റെ ഡ്രൈവറുണ്ട്, വാടോ അവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വരുന്നു. ആ സമയത്ത് തന്നെ ഡോക്ടർ വന്നോ, എവിടെ അവളെവിടെ? എന്തായാലും ഇതാ ഞങ്ങളിവിടെ അവളെ ഇഞ്ചെക്ട് ചെയ്തിട്ട് മയക്കി കിടത്തിയിട്ടുണ്ട്, കൊണ്ടുപോകാൻ നിങ്ങൾക്കെന്ന് പറയുന്നു. ആ സമയത്ത് എവിടെ ചന്ദ്രദാസ് എവിടെയെന്ന് ചോദിച്ചു. ചന്ദ്രദാസ് എന്ന രീതിയിലല്ല, രാജ്കുമാർ എവിടെ എന്ന് ചോദിക്കുന്നു. അയാൾ രാജ്കുമാർ അതർ വേൾഡിലാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ആ അയാൾ പെട്ടെന്ന് തന്നെ വരുമെന്ന് പറയുന്നു. നിങ്ങളെന്തായാലും ആംബുലൻസ് കൊണ്ടുവയ്ക്കുക അവളെ എന്ന് പറയുന്നുണ്ട്. ഓ, കൊച്ചിയിൽ വന്നിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അതൊന്ന് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, എന്തൊരു വെയിറ്റാണ് ഇവൾക്കെന്ന് പറയുന്നു. ആ സമയത്ത് നാരായണ ചേച്ചീനെ അവിടെ വരുത്തിയിട്ടുണ്ട് കേട്ടോ, വായൊക്കെ മൂടി കിട്ടിയിട്ട്. കണ്ടോ, ഇവളെ ഈ അവസ്ഥയിൽ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ലേ, ഇവളുടെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അമ്പരക്കുന്ന കാര്യം അയാൾ തിരിച്ചറിയുന്നത്. അയ്യോ, ഇതെന്താ, ആ ചന്ദ്രദാസ് ആണല്ലോ, എന്തെവിടെ സംഭവിച്ചത്? നാരായണ ചേച്ചിക്ക് സമാധാനമാവുക കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ അഭിയും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. വർഷയെ കാണുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട്. തനിക്ക് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണല്ലോടോ എന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ആ രാഘവനെ ചവിട്ടി കൂട്ടുന്നുണ്ട്. ആ സമയത്ത് നാരായണി ചേച്ചിയെ വർഷ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് ചോദിക്കുന്നു. ഇല്ല മോളെ, നീ രക്ഷപ്പെട്ടല്ലോക്കെ അത് മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ വസുന്ധര പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പോലീസ് ഇവിടെ വരും, ഇവരെ ജാമ്യമില്ലാത്ത കേസിനകത്താക്കണം, ഒരെണ്ണം പോലും പുറത്തിറങ്ങരുതെന്ന് പറയുന്നു. രാഘവൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതാണ്, എന്നെ ഇനി അകത്താക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ വീണ്ടും തന്നെ
എൻ്റെ കുട്ടിയെ ഓർത്തിട്ടെങ്കിലും എന്നോട് ക്ഷമിക്കുക, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല, എന്നെ വെറുതെ വിടെന്ന് പറയുന്നു. വസുന്ധര പറയുന്നുണ്ട്, വർഷ നിങ്ങളോട് ക്ഷമിച്ചാൽ ഞാൻ എന്തായാലും നിങ്ങളോട് ക്ഷമിക്കും, അവളോട് മാപ്പ് പറയാൻ പറ്റൂ ഈ ചെയ്തതിനൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ മാപ്പ് പറയാം എൻ്റെ മോളെ, എന്നെ വെറുതെ വിട്, ഇനി നിൻ്റെ കൺവെട്ടത്ത് പോലും ഞങ്ങൾ രണ്ടുപേരും വരില്ല എന്നൊക്കെ പറഞ്ഞ് നളിനി ഓർത്തെങ്കിലും നീ എന്നോട് ക്ഷമിക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വർഷ വിഷമത്തോടുകൂടി വസുന്ധരയോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒരുപാട് സ്നേഹിച്ച ഒരാളല്ലേ, പിന്നെ എൻ്റെ അനിയത്തി, അവൾക്ക് ജന്മം നൽകിയ മറ്റൊരാളല്ലേ ഇയാൾ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവളോട് ക്ഷമിക്കാം ആൻറ്റി, എവിടെയൊന്നും പോയി ജീവിച്ചോട്ടെ എന്ന് പറയുന്നു. ഇവൾ കണ്ടോ, ഇവളാണ് പെണ്ണ്, ഇവൾക്ക് എത്ര വിഷമമുള്ള കാര്യമാണ്, നിങ്ങൾ എത്ര കൃത ചെയ്തിട്ടും നിങ്ങളെ വെറുതെ വിടാൻ അവൾ തീരുമാനിച്ചില്ലേ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, ഇനി കൺമുന്നിൽ കണ്ടുപോരുതെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് വസുന്ധരയാണെങ്കിലോ എല്ലാവരുമായിട്ട് ചോദിച്ചറിയുന്നുണ്ട്, നിനക്ക് ന്യൂസൊക്കെ തരുന്നത് ആ രാഹുലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. രാജ്കുമാർ എന്ന പേരിലെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ന്യൂസ് തരുന്നത് രാഹുൽ ചേട്ടനല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജുവിന് ആശ്വാസമാവുന്നുണ്ട്. പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി എന്നെ ഒരുപാട് സംരക്ഷിച്ചു, എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ആൻറ്റി, ആൻറ്റിയോട് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആരാണ് ആ രാജ്കുമാർ എന്ന് പറയുന്ന ആളെന്ന് പറയുമ്പോൾ അത് ശിവയുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ശിവ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അമ്മ എനിക്ക് ന്യൂസ് കുറച്ച് തന്നു, എന്നിലൂടെ ശിവയ്ക്ക് അത് കൊടുക്കാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു, ശിവയ്ക്ക് ആ ന്യൂസുകൾ എത്തിക്കാൻ, പക്ഷേ ശിവയാണെങ്കിൽ ഒന്നിനും തയ്യാറായില്ല. അതുകൊണ്ട് ഞാൻ വഴി നിന്നെ രക്ഷിക്കാനാണ് ആ ന്യൂസുകളെല്ലാം തന്നെ പുറത്ത് കൊണ്ടുവരാനാണ് ആൻറ്റി ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. വർഷയ്ക്കും അതുപോലെ തന്നെ ശിവയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. നിൻ്റെ അമ്മ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശിവയെ മാത്രമാണ് അവർ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ അമ്മയ്ക്ക് വേണ്ടി നീ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു, എന്നാലും നിന്നെ അവർ ഒരിക്കലും വെറുത്തിട്ടില്ല ശിവ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ശിവ ആകെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടു കൂടി കരയുന്നുണ്ട് കേട്ടോ. ഇത് ഒരിക്കലും ഞങ്ങൾ അവരാരാണെന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ പുറത്ത് പറയില്ല എന്ന് വർഷയ്ക്ക് അവർ വാക്ക് കൊടുക്കുന്നു. ശിവ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണാൻ എന്ത്, ഞാൻ എത്രമാത്രം എൻ്റെ അമ്മയെ വിഷമിപ്പിച്ചു, ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഹരിതയും അതുപോലെ വിക്രമിനും തന്നെയാണ് കാണിക്കുന്നത്. വിക്രമും ഹരിതയും കൂടി സംസാരിക്കുന്നുണ്ട്. അങ്കിൾ എന്നാലും രാജിക്കകത്ത് കൊടുത്താൽ ഉടനെ ഒരു രാജി വെക്കേണ്ടി വരുമല്ലോ, ആ രാജ്കുമാർ അതർവേൾഡ് നമ്മുടെ വീട്ടിനകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ന്യൂസ് ഒരിക്കലും തന്നെ ഇപ്പോൾ രാജി വയ്ക്കുന്ന ന്യൂസ് പോലും പുറത്തു പോയി, ഇനിയിപ്പോൾ അതിൽ കൂടുതൽ സംശയിക്കാനൊന്നുമില്ല അങ്കിൾ എന്ന് പറയുന്നു. ആ സമയത്ത് അവിടേക്ക് രാഹുൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ, അച്ഛൻ രാജി വെക്കുന്നെന്ന് പറഞ്ഞു കേട്ടല്ലോ, നീയാണോ ഇവിടുത്തെ രാജ്കുമാർ എന്ന ആൾ, പുറത്തല്ല അയാൾ അകത്ത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നീയാണെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാനോ, അച്ഛൻ എന്ത് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് തന്നെ ബെൽറ്റ് ഊരിയിട്ട് രാഹുലിനെ തല്ലുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന ഹരിതയ്ക്കും വിഷമാവുന്നുണ്ട്, അതുപോലെ തന്നെ ശാർമിളയ്ക്കും സങ്കടമാവുന്നുണ്ട്. ഏട്ടാ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അപ്പോഴത്തെ രാഹുൽ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ തല്ലിക്കോ, പക്ഷെ അയാൾ ഞാനല്ല, ആ രാജ്കുമാർ എന്ന് പറയുന്ന ആ അപരനാമത്തിലുള്ള ഒരാൾ ഞാനല്ല, പിന്നെ ആരാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ശാർമിള വരുന്നുണ്ട്, ഏട്ടാ അവനെ തല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. ഇവനാണ് എന്നെ ഉറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇവൻ തന്നെയാണെന്ന് പറയുന്നു. രാജ്കുമാർ അവനല്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. പിന്നെ നീയാണോ ശാർമിള എന്നെ ഇവിടെ ഉറ്റി കൊടുത്തിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ വിക്രമൻ ചോദിക്കുന്നുണ്ട്. എന്താ ശാർമിളയുടെ മറുപടി അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.